ജോണ്ടിസ് കംപ്ലീറ്റ് പഠിച്ചു. ലാസ്റ്റ് നിങ്ങളുടെ പേശർക്ക് ജോണ്ടിസ് പഠിച്ചല്ലേ? അതിന് കോംപ്ലിക്കേഷൻ അത് പഠിച്ചില്ലേ? ലാസ്റ്റ് ക്ലാസ് നിങ്ങളെ പേശർക്ക് ഇപ്പൊ ഫോട്ടോ തെറാപ്പി ആയ കോംപ്ലിക്കേഷൻ പഠിച്ചില്ലേ അല്ലേ? അത് ബ്രോൺസ് ബേബി സിൻഡ്രോം ഓർമ്മയുണ്ടോ? ബ്രോൺസ് ബേബി സിൻഡ്രോം കോംപ്ലിക്കേഷൻ പറഞ്ഞില്ലേ? ബ്രോൺസ് ബേബി സിൻഡ്രോം പറഞ്ഞില്ലേ? ഡീഹൈഡ്രേഷൻ. യെസ്. അപ്പൊ കംപ്ലീറ്റ് ആയില്ലേ? ജോണ്ടിസ് കംപ്ലീറ്റ് ആയില്ലേ? ജോണ്ടിസ് ഫുള്ള് പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ജോണ്ടിസ് ഫുള്ള് പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു. സോ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പീഡിയാട്രിക്കിന്റെ അടുത്ത ക്ലാസ് ആണ്. ജോണ്ടിസ് കഴിഞ്ഞാൽ അടുത്തത് എന്താ? ഹൈപ്പോതെർമിയ. ജോണ്ടിസ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോണ്ടിസ് കഴിഞ്ഞാൽ അടുത്ത് പഠിക്കേണ്ട കാര്യമാണ് ഹൈപ്പോതെർമിയ, ദ നിയോ നേറ്റൽ ഹൈപ്പോതെർമിയ. ഇവിടെ എത്തുമ്പോഴേ നമുക്ക് കുറെ ഇത് വാല്യൂസിലാണ് ഇമ്പോർട്ടന്റ്. അറിയാലോ, അത് ഹൈപ്പോതെർമിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടെ കാണാതെ പഠിക്കാനായിട്ട് വരുന്നില്ല. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയായി മനസ്സിലാവും. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. അത് ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ എത്രയ്ക്ക് താഴെ പോകുന്നു. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ ദ നിയോനെറ്റൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ എത്രയ്ക്ക് താഴെയാ, അത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് താഴെ പോകുന്നത്, എത്ര ഫാരൻഹീറ്റ്. രണ്ട് ചോദ്യം വരും. ഫാരൻഹീറ്റ് ചോദ്യം വരും, ഡിഗ്രി സെൽഷ്യസ് ചോദ്യം വരും. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ എത്ര ഡിഗ്രിക്ക് താഴെ പോവും, എത്ര ഫാരൻഹീറ്റ് താഴെ പോവും. എനിവൺ ചോദ്യം എക്സാക്റ്റ് ആയിട്ട് ചോദിക്കും. ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇത് കഴിഞ്ഞാൽ വലിയ ചാപ്റ്റർ വരുന്നത്. ഇത് കഴിഞ്ഞ ഇഷ്ടമാണ് വലുത് വരുന്നത്. എന്നറിയണോ? ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഗ്യാസ്ട്രോ. പീഡിയാട്രിക്കിനകത്തുള്ള ഗ്യാസ്ട്രോ ഉറപ്പായും ചോദ്യം വന്ന ഭാഗങ്ങളാണ്. ഈ ഒരു ചെറിയൊരു ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഗ്യാസ്ട്രോ ആണ്. പീഡിയാട്രിക്കിനകത്തുള്ള ഗ്യാസ്ട്രോ പഠിക്കും. സോ ഇത് ക്യാമറ കോഫി വരും. ക്യാമറ മൈക്ക് ദേവി ക്യാമറ ഓഫ്. ഓക്കെ, കാണാം. യെസ്. എത്രയുടെ ദ നിയോ നേറ്റൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ ബോഡി ടെമ്പറേച്ചർ എത്രയ്ക്ക് താഴെ പോകണം? ദ നിയോ നേറ്റൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ ബോഡി ടെമ്പറേച്ചർ പോകണം. ദ ലോ ബോഡി ടെമ്പറേച്ചർ ആണ് കുട്ടികൾ ഉണ്ടാവുന്ന, ദ ന്യൂ ബോൺസിൽ ഉണ്ടാവുന്ന ദ ലോ ബോഡി ടെമ്പറേച്ചർ ആണോ? ആലോചിച്ച് പറഞ്ഞേ. ദ നിയോ നേറ്റൽ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന, ദ നിയോനേറ്റ്സിൽ ഉണ്ടാവുന്ന എന്താണ് ഈ പറഞ്ഞ ദ ലോ ബോഡി ടെമ്പറേച്ചർ ആണ്. എത്രയ്ക്ക് താഴെയാ? 36.5 ഡിഗ്രി താഴെയല്ലേ? ലെസ് ദാൻ 36.5 അല്ലേ? 36.5 ഡിഗ്രി സെൽഷ്യസ് താഴെ ഇത് വിളിക്കാം നിയോനെറ്റൽ ഹൈപ്പോതെർമിയ. അല്ലേ? ബോഡി ടെമ്പറേച്ചർ 36.5 താഴെ ഇത് വിളിക്കാം. ബോഡി ടെമ്പറേച്ചർ 36.5 താഴെ ആയാൽ എന്ത് വിളിക്കാം? നിയോനെറ്റൽ ഹൈപ്പോതെർമിയ. സെൽഷ്യസ് പറഞ്ഞു. എക്സാമിന് ചോദ്യം പോലെ ഫാരൻഹീറ്റ് ആയിരിക്കും. എത്രയായിരിക്കും? അവിടെ കണക്കൂട്ടും. ഫാരൻഹീറ്റ് എത്രയാ? 97.7 അല്ലേ? 97.7 അല്ലേ? ഫാരൻഹീറ്റ് ചോദിച്ചത്. ഫാരൻഹീറ്റ് ആണെങ്കിൽ 97.7 ആൻഡ് ഡിഗ്രി സെൽഷ്യസ് എത്രയാ? 36.5. കറക്റ്റ് എക്സാക്ട് ചോദ്യമാണ്. ചോദ്യം വരും ദ നിയോ നെൽ ഹൈപ്പോതെർമി എന്ന് പറഞ്ഞാൽ. നിയോ നേറ്റൽ ഹൈപ്പോതെർമി എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, എത്ര ഫാരൻഹീറ്റ് ആണ് എന്ന് ചോദ്യം വരും. എത്ര ഫാരൻഹീറ്റ് എത്രയാ? ഫാരൻഹീറ്റ് എത്രയാ? ഫാരൻഹീറ്റ് എത്രയാ? 97.7. സെൽഷ്യസ് എത്രയാ? സെൽഷ്യസ് 36. സിമ്പിൾ അല്ലേ? 36.5 ആണെങ്കിൽ സെൽഷ്യസിലും പറയാം, 97.7 ആണെങ്കിൽ ഫാരൻഹീറ്റിലും പറയാം. ക്ലിയർ ആയിട്ട് ഇതുവരെ പറയാൻ ക്ലിയർ ആയിട്ട്. മഴ ഉണ്ടോ എല്ലായിടത്ത്? മഴയുണ്ടോ എല്ലായിടത്ത്? മഴയുണ്ടോ? ഇവിടെ ചൂടാ. ഞാൻ എത്ര ഓടിയൊന്നുണ്ട്. ഇനി ചൂടാ. ഞാൻ ഇങ്ങനെ ഓടി വരെയാണ്. സാർ ക്ലാസ് ഇല്ലേ? സാറോടെ പോയി. ക്ലാസ് ഇല്ലേ? മെസ്സേജ് അല്ലേ? ക്ലാസ് ഇല്ലേ? ക്ലാസ് എവിടെ പോയി? അറിയാലോ മെസ്സേജ് അയക്കുന്നത്. ക്ലാസ് ഇല്ലേ? ഉണ്ടാവോ? പോരോ? ഓടി വരിക.
ഓടി വരികയായിരുന്നു കേട്ടോ. കിട്ടും, ഇത് ചോദ്യം കേട്ടോ, ഇത് ചോദ്യം, ഇത് എക്സാമിൽ ചോദിക്കും. എക്സാമിന് എപ്പോഴും ഇത് ചെറിയ ചാപ്റ്ററാണ്, വളരെ കുഞ്ഞു ചാപ്റ്റർ, പക്ഷെ ഇവിടെ കുറെ വാല്യൂസ് ഉണ്ടല്ലേ. അറിയാം, തീർച്ചയായിട്ടും ഒരിക്കലും വളരെ കുഞ്ഞു ചാപ്റ്റർ അല്ലേ, വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. നിയോണി ഹൈപ്പോതെർമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ, പക്ഷെ എപ്പോഴും ചോദ്യം വരും. ഇപ്പൊ സ്ക്രീൻ കാണാമല്ലോ, സ്ക്രീൻ കാണാമോ, സ്ക്രീൻ കാണാമോ, സ്ക്രീൻ കാണാമല്ലോ, അല്ലേ? കാണാമല്ലോ, കാണാമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? കഴിഞ്ഞ ദിവസം എന്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ബ്രോൺസ് ബേബി സിൻഡ്രോം പറഞ്ഞത്? കഴിഞ്ഞ ദിവസം എന്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ബ്രോൺസ് ബേബി സിൻഡ്രോം പറഞ്ഞത്? എന്തിന്റെ? ജോണ്ടിസ്. ജോണ്ടിസ് അല്ലേ? ജോണ്ടിസിന് ഫോട്ടോതെറാപ്പി പറഞ്ഞല്ലേ? സോ ദ നിയോനാറ്റൽ ഹൈപ്പോതെർമി എന്ന് പറഞ്ഞാൽ എത്ര ബോഡി ടെമ്പറേച്ചർ അറിയാണ്? 36.5 ഡിഗ്രി സെൽഷ്യസ് താഴെയും അല്ലെങ്കിൽ 97.7 ഡിഗ്രി ഫാരൻഹീറ്റ് താഴെ എന്ന് വിളിക്കാം. നിയോനാറ്റൽ ഹൈപ്പോതെർമി എന്ന് പറയാം. കുട്ടികളിൽ എപ്പോഴും ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അറിയാമോ? ഇത് ഇമ്പോർട്ടന്റ് ആവാൻ കാരണമുണ്ട്. ഇത് പ്രീ ടൈം ബേബീസിലുള്ള ഏറ്റവും ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്താ? ദ പ്രീ ടൈം അല്ലെങ്കിൽ ദ പ്രിമച്ചർ, ദ പ്രിമച്ചർ ആണെങ്കിൽ ദ പ്രിമച്ചർ ബേബീസിൽ എപ്പോഴും ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്താ? കേരള PSC എക്സാം ചോദ്യം കണ്ടിട്ടുണ്ടോ? പ്രീവിയസ് ചോദ്യം 4 or 5 എക്സാമിന്, 4 or 5 എക്സാമിന് കേരള PSC എക്സാം ഇനി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ ചോദ്യം എഴുതി ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു ചോദ്യം എഴുതിയ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഞാൻ ചെറിയ ചാപ്റ്റർ പറഞ്ഞത്. ഞാൻ എവിടെ ചാനലുണ്ട്? ദിൽഷ, ലീന, ദീപ്തി, അഞ്ജന. എക്സാമിന് ചോദ്യം വരും. ഞാൻ ഓരോ കാര്യം പഠിപ്പിക്കുമ്പോഴും ചോദ്യം വരുമെന്ന് പറയുന്നുണ്ട്. ദ പ്രിമച്ചർ ബേബീസിലെ ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്ന് പറയുന്നത്, ദ പ്രിമച്ചർ ബേബീസിലുള്ള ദ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്ന് പറയുന്നത് എന്ത് കണ്ടീഷനും? പ്രിമച്ചർ ബേബീസ് ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ പറഞ്ഞ് ചോദ്യം വരും. പ്രിമച്ചർ ബേബീസിലെ ദ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന നിയോനാറ്റൽ ഹൈപ്പോതെർമിയാണോ? അവരുടെ ചോദ്യം വീണ്ടും വരും. ഹൈപ്പോഗ്ലൈസീമിയാണോ? ഹൈപ്പോനട്രീമിയാണോ? കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? എല്ലാം ഹൈപ്പോതെർമിയ. ഹൈപ്പോതെർമിയ ശരിയല്ലേ? ഹൈപ്പോതെർമിയ അല്ലേ? ഹൈപ്പോതെർമിയ എപ്പോഴും പ്രിമച്ചർ ബേബീസിലെ ലീഡിങ് കോസ് ഓഫ് ദ ഡെത്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ചോദ്യം പോയി കേട്ടത് എപ്പോഴും ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യം സെപ്പറേറ്റ് ഓരോ ക്ലാസ്സിലും സെപ്പറേറ്റ്. എനിക്കറിയാം അത് പഠിക്കുക. ഇങ്ങനെ പഠിച്ചത് പഠിക്കില്ലല്ലോ. ഇതിന് അവസാനം ഇത് പറഞ്ഞെങ്കിൽ പഠിക്കില്ല. ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ഇതിൽ ക്ലാസ് ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ ഉണ്ടായിരുന്നു. ആർക്കൊക്കെയാണ് എന്തൊക്കെ പഠിപ്പിക്കുന്നത് ഉണ്ടായിരുന്നല്ലേ? സോ നെക്സ്റ്റ് ഇതേ ഹൈപ്പോതെർമിയുടെ ക്ലാസിഫിക്കേഷൻ പറയണം. ഇതേ ഹൈപ്പോതെർമിയുടെ ക്ലാസിഫിക്കേഷൻ പറയണം. ഹൈപ്പോതെർമിയുടെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയുണ്ട്? ഹൈപ്പോതെർമി ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഹൈപ്പോതെർമി ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? എത്ര നോർമൽ ടെമ്പറേച്ചർ എത്രയാ? നോർമൽ ടെമ്പറേച്ചർ എത്രയാ? നോർമൽ ടെമ്പറേച്ചർ എത്രയാ? ഇത് OBGയുടെ ഫസ്റ്റും സെക്കൻഡും ആൻഡ് തേർഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു. OBGയുടെ ഫസ്റ്റും സെക്കൻഡും റെക്കോർഡ് അത് പഠിച്ചായിരിക്കും. അത് പഠിച്ചായിരിക്കും ഇന്ന് കിട്ടിയിരുന്നു. വെറുതെ ഇരിക്കണ്ട, പഠിക്കട്ടെ. ഓൺഗോയിങ് പഠിക്കും. നല്ലത് പഠിക്കും. വീണ്ടും പഠിപ്പിക്കും, മനസ്സിലാവും. വീണ്ടും പഠിപ്പിക്കുമ്പോഴേ അത് വളരെ വേഗത്തിൽ പഠിക്കണം. ശരിയല്ലേ? ഒരിക്കൽ പഠിച്ചിട്ട് വീണ്ടും പഠിക്കുമ്പോൾ അത് വേഗത്തിൽ പഠിക്കും. സോ ദ നോർമൽ ടെമ്പറേച്ചർ കുട്ടികളിലെ നോർമൽ 36.5 തൊട്ട് 37.5 ആണോ? സെൽഷ്യസ് ആണെങ്കിൽ 36.5 തൊട്ട് 37 ആണോ നോർമൽ ബോഡി ടെമ്പറേച്ചർ? കുട്ടികൾ എത്രയാ? 36.5 തൊട്ട് 37.5. ഇത് സെൽഷ്യസിൽ. അതേ ചോദ്യം വരും ഫാരൻഹീറ്റിൽ എത്രയാ? കാരണം ഒരു 4 വാല്യൂസ്
ഇച്ചിരി പഠിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ്. ഞാൻ സത്യം പറയാം, ഇത് മിക്കവാറും പഠിക്കില്ല. ലാസ്റ്റ് സമയം പഠിക്കുന്ന ആരും ഇത് പഠിക്കാൻ നിൽക്കില്ല, കാരണം മറന്നു പോകും. ശരിയല്ലേ? 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 മറന്നു പോകും. മറന്നു പോകും. സോ നോർമൽ ആണെങ്കിൽ 36.5 തൊട്ട് 37.5 വരെയാണ് സെൽഷ്യസിലാണെങ്കിൽ. ഫാരൻഹീറ്റ് എത്രയാ? ഫാരൻഹീറ്റ് 97.8 തൊട്ട് 98.4 അല്ലേ? നോർമൽ ടെമ്പറേച്ചർ 36.5 തൊട്ട് 37.5 സെൽഷ്യസിലും ഫാരൻഹീറ്റ് ആണെങ്കിൽ 97.8 തൊട്ട് 98.4 97.8 തൊട്ട് 98.4 ആണെങ്കിൽ നോർമലായി. പഠിച്ചോ? പഠിക്കുന്ന ഹൈപ്പോതെർമിയാണ് കുട്ടികളുടെ കാര്യം പറയുന്നത്. കുട്ടിയോ? നോർമൽ ഹൈപ്പോതെർമിയാണ് പഠിക്കുന്നത്. അത് നോർമൽ പറഞ്ഞു. ഇനി ചെറിയൊരു മൈൽഡ് വന്നു. മൈൽഡ് ഹൈപ്പോതെർമിയ വന്നാൽ എത്രയായി ടെമ്പറേച്ചർ? മൈൽഡ് ഹൈപ്പോതെർമിയ വന്നാൽ എത്രയായിരിക്കും ടെമ്പറേച്ചർ? ചോദ്യം വരും. ഫസ്റ്റ് ഫാരൻഹീറ്റ് ആണോ സെൽഷ്യസ്? ഇഷ്ടം പറയാം, ഇഷ്ടമുള്ള പറയാം. മൈൽഡ് ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് എത്രയാ? 36 തൊട്ട് 36.4 36 തൊട്ട് 36.4 സെൽഷ്യസ് ആണ് എന്താ മൈൽഡ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഇനി ഫാരൻ എത്രയാ? ഫാരൻഹീറ്റ് എത്രയാ? 96.8 തൊട്ട് 96.8 തൊട്ട് 96.8 തൊട്ട് 97.7 അല്ലേ? 97.7 അല്ലേ? 96.8 തൊട്ട് 97.7 ആണെങ്കിൽ ദ മൈൽഡ് ആയി. സോ ദ നോർമൽ ടെമ്പറേച്ചർ എത്രയാ? സെൽഷ്യസിൽ നോർമൽ ടെമ്പറേച്ചർ കുട്ടികൾ 36.5 തൊട്ട് 37.5. ഫാരൻഹീറ്റ് ആണെങ്കിൽ 97.8 തൊട്ട് 98.4 ഫാരൻഹീറ്റ്. ദ മൈൽഡ് ഹൈപ്പോതെർമിയ ആണെങ്കിൽ 36 തൊട്ട് 36.4 ആണ് സെൽഷ്യസിലും 96.8 തൊട്ട് 97.7 വരെ ഫാരൻഹീറ്റ്. രണ്ട് കാര്യം കിട്ടിയോ? രണ്ട് കാര്യം കിട്ടി. മൈൽഡായി. ഇത് മോഡറേറ്റ് എന്താ? മൈൽഡായി. ഇനി മോഡറേറ്റ് ഹൈപ്പോതെർമിയ എന്താ? മൈൽഡ് ആണ് കഴിഞ്ഞു. മോഡറേറ്റ് എത്രയായിരിക്കും വാല്യൂ? സെൽഷ്യസിൽ 32 തൊട്ട് 35.9 ആണോ? 32 തൊട്ട് 35.9 ആണെങ്കിൽ മോഡറേറ്റ് ഹൈപ്പോതെർമിയ. ഇനി ഫാരൻഹീറ്റ് എത്രയാ? 89.6 തൊട്ട് 96.6 വരെ അല്ലേ? 89.6 തൊട്ട് 96.6 ആണെങ്കിൽ മോഡറേറ്റ് ഹൈപ്പോതെർമിയ. മറക്കും. സിവിയർ എപ്പോഴാണ്? സിവിയർ എത്രയാ? സിവിയർ ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും വാല്യൂ ലെസ് ദാൻ 32 32 ഡിഗ്രി സെൽഷ്യസ് താഴെ വിളിക്കാം സിവിയർ അല്ലേ? അതായത് ഏകദേശം 89.8 89.6 ഫാരൻഹീറ്റ് താഴെ വിളിക്കാം സിവിയർ ഹൈപ്പോതെർമിയ. 32 ഡിഗ്രി സെൽഷ്യസ് താഴെയോ 89.6 താഴെ ആയെന്ന് വിളിക്കാം സിവിയർ ഹൈപ്പോതെർമിയ. ഈ ക്ലാസിഫിക്കേഷൻ എപ്പോഴും എക്സാമിന് ചോദ്യം വരും. കാരണം ഇത് കൺഫ്യൂഷൻ ആകുന്നതിന് ശരിയല്ലേ? കൺഫ്യൂഷൻ ആകുന്നതല്ലേ? അല്ലേ? എങ്കിൽ ഇന്ന് 98.4 എന്താ? നോർമൽ ആണോ? 98.4 നോർമൽ ആണോ? ലാസ്റ്റ് വാല്യൂ നോർമൽ. 97.7 എന്താ? 97.7 എന്താ? ദ മൈൽഡ്. ദ 96.6 എന്താ? മോഡറേറ്റ്. ആൻഡ് 89.6 എന്താ? സിവിയർ. ദ ലാസ്റ്റ് വാല്യൂ ഓർമ്മിക്കുമല്ലോ. എല്ലാത്തിന്റെ ലാസ്റ്റ് വാല്യൂ ഓർമ്മിക്കുമല്ലോ. ലാസ്റ്റ് വാല്യൂ പഠിക്കുക ഈസി. അതാ ലാസ്റ്റ് വാല്യൂ പഠിക്കുക കേട്ടോ. ലാസ്റ്റ് വാല്യൂ ഇല്ലേ, അത് മറക്കരുത്. ഇത് മറക്കാനെങ്കിലോ 96.6 എഴുതും.
96.6 ഫാരനൈറ്റ് കണ്ടെന്ന് എഴുതും. 96.6 കണ്ടാൽ എന്ത് എഴുതും? മോഡറേറ്റ് ആണോ മൈൽഡ് ആണോ? മോഡറേറ്റ്. ആൻഡ് 97.7 എന്ത് എഴുതും? മൈൽഡ് ആയി. ആൻഡ് 89.6 എന്തായി? സിവിയർ ആയി. 98.4 എന്തായി? നോർമൽ ആയി. മറക്കരുത്, ലാസ്റ്റ് വാല്യൂ ഒന്നും മറക്കരുത്. ക്ലിയർ 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 ക്ലിയർ. ഇനി ഈ ഹൈപ്പോതെർമിയ ഉണ്ടാകുന്ന കാരണം എന്തൊക്കെയാ? ഹൈപ്പോതെർമിയ ഉണ്ട കാരണം എന്തൊക്കെയാ? ഇത് കോസസ്. ഹൈപ്പോതെർമിയ ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാ? ഇത് ലോ ബെർത്ത് വെയിറ്റ് ആണോ ഹൈ ബെർത്ത് വെയിറ്റ് ആണോ? ഹൈപ്പോതെർമിയ ലോ ലോ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മറന്നു പോകും. ദ ബോഡി വെയിറ്റിന് അനുസരിച്ചല്ലാതെ ആ കുട്ടിയുടെ ബോഡിയിൽ സർഫസ് ഏരിയ കൂടിയ വരാമോ? ദ ബോഡി വെയിറ്റിന് അനുസരിച്ചല്ലാതെ കുട്ടിയുടെ ബോഡിയിൽ സർഫസ് ഏരിയ കൂടിയ വരാമോ? കുട്ടിയുടെ ബോഡി വെയിറ്റ് അനുസരിച്ചല്ലാതെ കുട്ടിയുടെ ബോഡി സർഫസ് ഏരിയ കൂടിയാൽ വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ആ വെയിറ്റ് അനുസരിച്ചല്ലാതെ സർഫസ് കൂടി, അല്ലേ? ബോഡിയിൽ സർഫസ് ഏരിയ കൂടി വരാം. ഈ ഹൈപ്പോതെർമിയ വന്നൂടെ? വരാം. മറക്കരുത്, ചോദ്യം വരും. ബോഡി വെയിറ്റ് അനുസരിച്ചല്ലാതെ ബോഡി സർഫസ് ഏരിയ കൂടിയാൽ ഹൈപ്പോതെർമിയ വരാം. ഇത് പഠിക്കാൻ പോകില്ല, കാരണം ഇംഗ്ലീഷ് പഠിക്കും, വാക്ക് മനസ്സിലാകില്ല, കാര്യം മനസ്സിലാകില്ല, കാണാതെ പഠിക്കും. ശരിയല്ലേ? ഇത്രയും വർഷങ്ങളല്ലേ, വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ? ഓരോ കാര്യം ഇംഗ്ലീഷ് വായിക്കും, കാണാതെ പഠിച്ചുകൊണ്ട് പോകും. ശരിയല്ലേ? ശരിയല്ലേ? തെറ്റേ പിടിക്കാൻ കണ്ടോ? ഇനി സ്കിന്നിന്റെ തിക്നെസ് കൂടിയ വരുമോ, സ്കിന്നിന്റെ തിക്നെസ് കുറഞ്ഞ വരുമോ ഹൈപ്പോതെർമിയ? ആ കുട്ടിയുടെ സ്കിന്നിന്റെ തിക്നെസ് കൂടിയ വരുമോ, തിക്നെസ് കുറഞ്ഞ വരുമോ? സ്കിന്നിന്റെ തിക്നെസ് കുറഞ്ഞവരില്ലേ? ഇമ്മച്ചുവർ തിൻ സ്കിൻ കാരണം വന്നവിടെ, ഇമ്മച്ചുവർ ആയിട്ടുള്ള തിൻ സ്കിൻ കാരണം വന്നവിടെ, അല്ലേ? ഇമ്മച്ചുവർ അല്ലെങ്കിൽ സ്കിൻ തിന്നായ വന്നൂടെ? അതേ സ്കിന്നാടെ, ഏതൊരു പേര് പറയാനുണ്ടല്ലോ, ഇത് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ആണോ? ഏതോ ഒരു പേര് പറയാനുണ്ടല്ലോ, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ ഉണ്ടെങ്കിലും. എന്തുകൊണ്ട് സ്കിൻ ഇമ്മച്ചുവർ ആവുന്നത്? ഇത് ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ അത് കുറവാകുന്നുണ്ടല്ലേ? കുട്ടികൾ ആ സമയത്ത് ജനിക്കുമ്പോൾ ഈ പറഞ്ഞ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂന്റെ അളവ് ബോഡിയിൽ കുറയുന്നുണ്ടല്ലേ? ശരിയല്ലേ? കുട്ടികൾ ആ സമയത്ത് ഈ പറഞ്ഞ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂയുടെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? സ്കിന്നിന്റെ തിക്നെസ് കുറയും, സ്കിൻ തിന്നായി മാറും, സ്കിൻ ഇമ്മച്ചുവർ ആയി മാറും. അതും ഹൈപ്പോതെർമിയയുടെ ഒരു കോസ് അല്ലേ? അതും ഈ പറഞ്ഞ ഹൈപ്പോതെർമിയയുടെ കോസ് ആണ്. സ്കിൻ ഇമ്മച്ചുവർ ആവുക, അല്ലെ? സ്കിന്നിന്റെ കട്ടി കുറയുക, ശരിയല്ലേ? ഫാറ്റ് കുറയുക. ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ കുറഞ്ഞാലും ഈ പറഞ്ഞ ഹൈപ്പോതെർമിയ ഉണ്ടാകാം. 3 കാരണം പറഞ്ഞതൊക്കെയാ. ആ ബോഡി വെയിറ്റ് അനുസരിച്ചല്ലാതെ ബോഡി സർഫസ് ഏരിയ കൂടുക, ഇമ്മച്ചുവർ സ്കിൻ കാരണം വരാം, സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് കുറഞ്ഞാൽ വരാം, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ കുറഞ്ഞാലും ഈ പറഞ്ഞ ഹൈപ്പോതെർമിയ വരാം. ക്ലിയർ? ഇത്ര കിട്ടിയോ? കിട്ടുന്നുണ്ടോ? കിട്ടി. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? എക്സസ് ഹീറ്റ് ലോസ് ഉണ്ടോ? എക്സസ് ഹീറ്റ് ലോസ് വരാമോ ഹൈപ്പോതെർമിയ? എക്സസീവായിട്ട് ഹീറ്റ് ലോസ് വരാമോ? എക്സസീവായിട്ട് ബോഡി നല്ല വെറ്റായി കഴിഞ്ഞാൽ, ബോഡി നല്ല ഇവാപറേഷൻ ഇതുകൊണ്ട് നല്ല വെറ്റായി വരാമോ? ബോഡി എക്സസീവായിട്ട് ഈ പറഞ്ഞ ഇവാപറേഷൻ കാരണം വെറ്റായി കഴിഞ്ഞ് വരാം. അതും കോസാണ്. ബോഡി എക്സസീവായിട്ട് ഈ പറഞ്ഞ ഇവാപറേഷൻ ആയി ബോഡി വെറ്റായാലും ഹൈപ്പോതെർമിയ വരാം. ക്ലിയർ? ഇനി ക്ലിനിക്കൽ എന്തൊക്കെയാ? ഹൈപ്പോതെർമിയയുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ്? എന്തുവരാ ഹൈപ്പോതെർമിയ? എന്തുവരാ? ചോറ് കഴിച്ചല്ലോ?
ചോദിച്ചോ. സ്പെഷ്യൽ എന്താ? സൺഡേ സ്പെഷ്യൽ എന്താ? എന്താ എന്താ സ്പെഷ്യൽ എന്താ? പറഞ്ഞു എന്ത് സ്പെഷ്യൽ എന്താ? പറഞ്ഞ എന്താ സ്പെഷ്യൽ എന്താ? ആ കപ്പ ഫിഷ് ഞാൻ അതുപോലെ എന്താണ് നല്ല നല്ല ഞാൻ പറയട്ടെ പറയട്ടെ നല്ല തലേ ദിവസത്തെ എന്താണ് ഈ പറഞ്ഞ കഞ്ഞി, അതും നല്ല ഈ പറഞ്ഞില്ലേ ചെറിയ നെത്തോലി അറിയാമോ? നെത്തോലി അറിയാമോ? മീൻ അറിയാമോ? അതിന് കരുവാടില്ലേ, കരുവാട് കറി, അതും കുഴച്ച് കഴിക്കായിരുന്നപ്പോൾ വിളി വന്നു. പഠനം കൊടുത്തു അവിടെ പോകും. ആ രണ്ട് കൈ കഴിച്ചു, കഴിക്കാൻ പോകാൻ വിട്ടില്ല എല്ലാരും. ഫുഡ് കഴിച്ചോ? പറയൂ, ഫുഡ് കഴിച്ചോ? അതും രണ്ട് ഇത് മുളക് അറിയാമോ? പുറകില് ഇത് മുളക് വറുത്തറിയാമോ? ഇത് ഉപ്പിട്ട മുളക് അറിയാമോ? ഉപ്പിട്ട മുളക് അറിയാം? അത് അതും കൂടെ വെച്ച് കഴിക്കും. അതൊക്കെ ഷവർമ ചിക്കൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ ചിക്കനും ഷവർമയും കഴിക്കുന്ന ആൾക്കാരൊക്കെ അറിയില്ല. അറിഞ്ഞു അല്ലേ, കണ്ടിട്ടുപോലില്ല. സാർ അങ്ങനെയൊന്നും പറയില്ലേ. കഴിക്കും കേട്ടോ. സൺഡേ ഒക്കെ എപ്പോഴും സ്പെഷ്യലായി കഴിക്കും കേട്ടോ. സ്പെഷ്യൽ എന്നും ചിക്കൻ മാത്രം കഴിക്കരുത്, എപ്പോഴും നല്ല നാടൻ ഫുഡ് കഴിക്കരുത് കേട്ടോ. രാവിലെ നല്ല ചമ്മന്തി 2 ദോശ. ചമ്മന്തി പറയുമ്പോ ചമ്മന്തി ഇത് വെള്ളം പോലെയല്ല, നല്ല കട്ടിക്കില്ലേ, നല്ല കട്ടിക്ക് ചമ്മന്തിയും 2 ദോശ ലൈറ്റ് ആയിട്ട്. 2 ദോശ, ഒരു 5 മാവിന്റെ ദോശ എടുത്ത് 2 ദോശ അറിയുമോ? 2 ദോശ 5 ദോശയുടെ മാവ് എടുത്ത് 2 ദോശ. എന്നെ പറ്റിക്കാരെന്ന് അറിയുമോ? അമ്മ പറ്റി അറിയുമോ? അമ്മ പറ്റി ഞാൻ കഴിക്കില്ലെന്ന് എഴുതിക്കൊണ്ട്, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 മതി എന്ന് പറയുമ്പോൾ 5 ദോശ ഒഴിച്ചിട്ട് തരും. ഇവിടെ അങ്ങനെയൊക്കെ കേട്ടോ. ഇവിടെ അങ്ങനെ നമുക്ക് കോമഡി. ഇവിടെ ഇടയ്ക്ക് ഒന്ന് നോക്ക് കേട്ടോ, ഇങ്ങോട്ടൊക്കെ സമയം കിട്ടാൻ നോക്ക് കേട്ടോ. സോ എക്സസ് ഹീറ്റ് ലോസ്, ഇവാപറേഷൻ കാരണം വരാം. വേറെ എന്തൊക്കെ ക്ലിനിക്കൽ കാണാൻ പറ്റും? ഇമ്പോർട്ടന്റ് ആണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് ഹൈപ്പോഗ്ലൈസീം ഉണ്ടായിക്കൂടെ? ക്ലിനിക്കൽ ഫീച്ചർ ഹൈപ്പോഗ്ലൈസീം വരാം. ആൻഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും. ഈ പറഞ്ഞ ഹൈപ്പോഗ്ലൈസീം, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസും വരാമോ? വരാം. ഹൈപ്പോഗ്ലൈസീം അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസും ഉണ്ടാകാം. മറക്ക ചോദ്യം വരും. അതുപോലെ തന്നെ ഈ ഹൈപ്പോതെർമി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മെറ്റബോളിക് അസിഡോസ് ആണോ ആൽക്കലോസ് ആണോ? ഹൈപ്പോതെർമി കുഞ്ഞുങ്ങൾക്ക് മെറ്റബോളിക് അസിഡോസ് ആണോ ആൽക്കലോസ് ആണോ? അത് പറഞ്ഞപ്പോൾ കാര്യം ഓർമ്മ വന്നു. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിന്റെ ഫസ്റ്റും സെക്കൻഡും ക്ലാസ് മാത്രമല്ലായുള്ളൂ. മെറ്റബോളിക് അസിഡോസിസും ആൽക്കലോസും പറഞ്ഞപ്പോൾ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിന്റെ ഫസ്റ്റും സെക്കൻഡും ക്ലാസ് മാത്രമല്ലായുള്ളൂ. ഓർമ്മയുണ്ടല്ലോ? മറന്നിട്ടില്ല, ഓർമ്മ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. യെസ്. സോ ഹൈപ്പോതെർമി എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ മെറ്റബോളിക് അസിഡോസ് ആണോ ആൽക്കലോസ് ആണോ? ഹൈപ്പോതെർമി വന്നാൽ കുഞ്ഞുങ്ങൾ എപ്പോഴും മെറ്റബോളിക് അസിഡോസ് കാണും കേട്ടോ. ഹൈപ്പോതെർമിയാണെങ്കിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ മെറ്റബോളിക് അസിഡോസ് കാണും. മാത്രമല്ല ഇത് അപ്നിയ കാണും. അപ്നിയ, ശ്വാസം എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക്. എപ്പോഴും ഹൈപ്പോതെർമിയാണെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ എടുക്കും, ആപ്നിയ ഉണ്ടാവും. ക്ലിനിക്കൽ ഫീച്ചർ ആയിട്ട് എപ്പോഴും ഹൈപ്പോതെർമി വരുമ്പോൾ കുഞ്ഞുങ്ങൾ എപ്പോഴും ആപ്നിയ കാണും, ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതും കൂടെ ജസ്റ്റ് ഓർമ്മിക്കുക. എന്തൊക്കെയാ എക്സസീവ് ഉണ്ടോ? ഫീവർ ഉണ്ടായിരിക്കൂടെ? ഫീവർ ഉണ്ടോ? ചാൻസ് ഉണ്ടോ? ഫീവർ വരും. ആസിഡ് ബേസ് ഇംബാലൻസ് ഇല്ലേ? ആസിഡ് ബേസ് ഇംബാലൻസിന്റെ ഭാഗമായിട്ട് ഫീവർ വരും കേട്ടോ.
ആസിഡ് ബേസ് ഇംബാലൻസിന്റെ ഭാഗമായിട്ട് ഫീവർ വരും, റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരും, മെറ്റബോളിക് ആസിഡോസ് വരും, ആൻഡ് ആപ്നിയ വരും. ശ്വാസം കിട്ടാത്ത അവസ്ഥയിലോട്ട് ഈ പറഞ്ഞ ഹൈപ്പോതെർമിയ പതിയെ പതിയെ ലീഡ് ചെയ്യും. ക്ലിയർ? ക്ലിയർ? ഹൈപ്പോതെർമിയ ക്ലിയർ? ഇത്രയും ക്ലിയർ ആയി? ഒരു സിംഗിൾ ചാപ്റ്റർ ക്ലിയർ ആണ്. ആൻഡ് ദ മാനേജ്മെന്റ് ട്രീറ്റ്മെന്റ് എന്താ? മാനേജ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്താ? എന്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഹൈപ്പോതെർമിയാണ്, എന്ത് ചെയ്യും? ഒരു സംഭവം ചെയ്യാറുണ്ട്. അമ്മയാണെങ്കിൽ എന്ത് കെയർ കൊടുക്കും? എന്താ മദർ ആണെങ്കിൽ ഇത് വാമറിലേക്കോ? മീന മദർ ആണെങ്കിൽ ചാടി കോട്ടി കൊണ്ട് വാമറിലേക്കൂടെ? കുഞ്ഞിനെ ചൂടാക്കാൻ വേണ്ടി കൊണ്ട് വാമർ വിളിച്ചെടുക്കും. മീന കുഞ്ഞിനെ ചൂടാക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് വാമറെ കൊണ്ടുപോയിക്കൂടെ? മീന കുഞ്ഞിനെ താൻ ചൂടാക്കാൻ വേണ്ടി ഓടി എന്നും കൊണ്ട് ഈ അടുപ്പിന്റെ അടുത്ത് വെക്കുവോ? വയ്ക്കുവോ? ആദ്യം അതാണ് ചെയ്യുന്നത്. അതല്ല, നല്ല മഴയാണ്, കുഞ്ഞിന് ചൂടിട്ടിട്ട് അടുപ്പിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. എന്തിവിടെ? അങ്ങ് ചേർത്ത് പിടിക്കാതല്ലേ? അങ്ങ് ചേർത്ത് പിടിക്കാറില്ലേ? എങ്ങോട്ടാ? സ്കിൻ ടു സ്കിൻ അല്ലേ? അങ്ങ് ചേർത്ത് പിടിക്കുക. കുഞ്ഞിനെ ചൂടാക്കാൻ വേണ്ടി ചെയ്യും. അമ്മയാണെങ്കിൽ എന്താ അങ്ങ് ചേർത്ത് പിടിക്കും. അച്ഛൻ മൈൻഡ് ചെയ്യോ? അച്ഛൻ മൈൻഡ് ചെയ്യോ? ഇല്ല. അച്ഛൻ എന്താ മോനെ വിളിക്കും, പക്ഷെ തിരിഞ്ഞു നോക്കില്ല അല്ലേ? മോനെ വിളിക്കും, പക്ഷെ തിരിഞ്ഞു നോക്കില്ല. പക്ഷെ അമ്മ എന്ത് ചെയ്യും? സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വെക്കും അല്ലേ? എപ്പോഴും അമ്മയുമായി എപ്പോഴും സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വെക്കാറില്ലേ? അത് മെയിൻറ്റെയിൻ ചെയ്യല്ലേ? അമ്മയുമായിട്ട് എപ്പോഴും സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഇല്ലേ? അത് എന്ത് പ്രിവെന്റ് ചെയ്യും? ദ മോഡറേറ്റ് ഹൈപ്പോതെർമിയ ഇല്ലേ? ദ മോഡറേറ്റ് ഹൈപ്പോതെർമിയ പ്രിവെന്റ് ചെയ്യാനുള്ള ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താ? മോഡറേറ്റ് ഹൈപ്പോതെർമിയ പ്രിവെന്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ദ മദർ ടു മദർ കോണ്ടാക്ട് ഇല്ലേ? അല്ലേ? സ്കിൻ ടു സ്കിൻ അല്ലേ? കുട്ടിയും മദറും അല്ലേ? ആ, അത് മോഡറേറ്റ് ഹൈപ്പോതെർമിയാണ് എപ്പോഴും അമ്മയുടെ നെഞ്ചോട് ചാരിക്കിടത്ത്. അനുഭവം ഇറക്കിലും അനുഭവമുണ്ടോ? എവിടെ? ഇവിടെ കുട്ടിയെ കണ്ട അടിച്ചോടിച്ച് സ്കൂളിൽ പോകും. അനുഭവം ഇറക്കില്ല. ഇത് സിവിയർ ആണെങ്കിലോ? സിവിയർ എന്ത് ചെയ്യും? അവിടെ എന്ത് ചെയ്യും? ഇവിടെ സിവിയർ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൊണ്ട് ഇൻക്യുബേറ്ററിൽ അല്ലേ? സിവിയർ ആണെങ്കിൽ കുട്ടി എന്താണ് ഹൈപ്പോതെർമിയ സിവിയർ ആണെങ്കിൽ മാത്രം എവിടെ വയ്ക്കും? ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ റേഡിയൻ വാമറിലല്ലേ? ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ റേഡിയൻ വാമർ. അത്യാറുണ്ടോ? ഇൻഡക്ഷനില്ല, ഇൻക്യുബേറ്റർ ആണ്. ഇൻഡക്ഷനിൽ കൊണ്ട് വെക്കാനല്ല, ഇൻക്യുബേറ്റർ ആണ്. മറക്കരുത്, ഇൻക്യുബേറ്റർ ആണ് മറക്ക. ഇൻഡക്ഷനിലല്ല, ഇൻക്യുബേറ്റർ ചൂടാക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കില്ലേ? ഇൻക്യുബേറ്ററിൽ റേഡിയൻ വാമറിൽ കൊണ്ടുവയ്ക്കും. അവിടെ അടുത്ത ചോദ്യമുണ്ട്, റേഡിയൻ വാമറിന്റെ ടെമ്പറേച്ചർ എത്രയാ? വീണ്ടും ചോദ്യമുണ്ട്, റേഡിയൻ വാമറിന്റെ ടെമ്പറേച്ചർ എത്രയാ? എത്ര അടിക്കും? 36.5 തൊട്ട് 37.5 വേണം. നമ്മൾ ഈ പറഞ്ഞ കുട്ടിക്ക് ഈ പറഞ്ഞ ഹൈപ്പോതെർമിയ വന്നു, കുട്ടിയെ കൊണ്ടുപോയി റേഡിയൻ വാമർ വയ്ക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ചോദിക്കും. കുട്ടി സിവിയർ ഹൈപ്പോതെർമിയാണ്, സിവിയർ ഹൈപ്പോതെർമിയ വന്ന കുഞ്ഞിനെ റേഡിയൻ വാമറിൽ വെക്കുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്ര നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം? 36.5 തൊട്ട് 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ എപ്പോഴും റേഡിയൻ വാമർ കീപ്പ് ചെയ്യേണ്ട ടെമ്പറേച്ചർ. അത് അടുത്ത ചോദ്യം. ഇനി ആ കുട്ടിയുടെ റൂം ടെമ്പറേച്ചർ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം? റേഡിയൻ വാം പറഞ്ഞു, കുട്ടിയുടെ റൂം ടെമ്പറേച്ചർ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം? നോർമൽ ബോഡി ടെമ്പറേച്ചർ ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കുട്ടിയുടെ റൂം ടെമ്പറേച്ചർ പറയുമ്പോൾ നോർമൽ ബോഡി ടെമ്പറേച്ചർ ആണോ മെയിൻറ്റെയിൻ ചെയ്തത്? ആണോ? യെസ്, ആണ്. ഇനി റൂമിൽ ഈ പറഞ്ഞ ഹീറ്റർ വേണോ? റൂമിൽ ഈ പറഞ്ഞ ഹീറ്റർ വേണോ? വേണം. എക്സാം ചോദ്യം എഴുതുന്നു.
ഇത് 200 വാട്ടുള്ള ഇതിന്റെ 200 വാട്ടുള്ള ഇൻഫ്രാറെഡ് ബൾബ് യൂസ് ചെയ്യണം. റൂമിൽ എപ്പോഴും എന്താണ് 200 വാട്ടുള്ള ഈ പറഞ്ഞ ഇൻഫ്രാറെഡ് ബൾബ് എപ്പോഴും യൂസ് ചെയ്യണം. ഫൈനലി ശേഷമാണ് നിങ്ങൾ ഈ പറഞ്ഞ കങ്കാരു മദർ കെയർ കൊടുക്കുന്നത്. സോ ദ സിവിയർ ഹൈപ്പോതെർമിയ ആണെങ്കിൽ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താ, ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ റേഡിയൻ വാർമ് കുട്ടിയെ കീപ്പ് ചെയ്യണം. അവിടുത്തെ ടെമ്പറേച്ചർ 36.5 തൊട്ട് 37.5 വരെ അവിടെ ടെമ്പറേച്ചർ. ശേഷം റൂം ഹീറ്റർ ടെമ്പറേച്ചർ വേണം 200 വാട്ട് ബൾബ് യൂസ് ചെയ്യണം. കങ്കാരു മദർ കെയർ ശേഷമാണ് കൊടുക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ആരെ കൊടുക്കുന്നുണ്ടോ? ആരെങ്കിലും കങ്കാരു മദർ കെയർ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും കങ്കാരു മദർ കൊടുത്തിട്ടുണ്ടോ? എനിവൺ? ഇല്ല. ഇവിടെ ഹൈപ്പോതെർമി ഇല്ല. ഹൈപ്പോതെർമി കുട്ടി ജനിക്കുമ്പോഴേ ചൂടാ വരുന്നത് അല്ലേ? എവിടെ? ശരിയല്ലേ? ജനിക്കുമ്പോഴേ ആ സ്വഭാവമാണ് അല്ലെ? ആ സ്വഭാവം അറിയല്ല, അതേ സ്വഭാവമാണ്. ജനിക്കുമ്പോഴേ ചൂടാണ്, അല്ല അത് ഹൈപ്പൊന്നുമില്ല. ഹൈപ്പർ അല്ലേ? ശരിയല്ലേ? സത്യമാണോ? കുട്ടി ജനിക്കുമ്പോഴും ആ സ്വഭാവമാണ്. ആ സ്വഭാവം ആ സ്വഭാവം ആ സ്വഭാവം ഇല്ലേ? ജനിക്കുമ്പോഴേ ചൂടാണ്, പിന്നെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? പിന്നെ കൊണ്ട് റേഡിയേറ്റ് വെക്കേണ്ട ആവശ്യം. മനസ്സിലായി? ആ കുഞ്ഞ് തന്നെയാണ് അത്. അതേ സ്വഭാവം, അതേ ക്യാരക്ടർ, അത് തന്നെയാണ്. ജനിക്കുമ്പോഴേ പ്രശ്നമല്ലേ? ജനിക്കുമ്പോഴേ പ്രശ്നമല്ല. അനുഭവം ഉണ്ടെങ്കിലും ഹെഡ്സെറ്റ് വെച്ചോട്ടോ, ഹെഡ്സെറ്റ് വെച്ചോ കേട്ടോ, കുഴപ്പമില്ല. അത് അതാ കുഴപ്പം. സൺഡേ അല്ലേ? കേൾക്കും. സോ ബേബീസിൽ കെയർ ചെയ്യാനുള്ള നല്ല എഫക്റ്റീവ് മെത്തേഡ് ഏതാ? ഹൈപ്പോതെർമി വന്നാൽ ബേബീസിനെ കെയർ ചെയ്യാനുള്ള എഫക്റ്റീവ് മെത്തേഡ് ഏത് ചോദിച്ചാൽ ഏതാ? കങ്കാരു മദർ കെയർ ആണോ, റേഡിയൻ വാർമർ ആണോ, ഇൻക്യുബേറ്റർ ആണോ? എഫക്റ്റീവ് മെത്തേഡ് ഏതാ? ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് ചോദ്യം വരും. കങ്കാരു മദർ കെയർ ഉള്ള ഏറ്റവും എഫക്റ്റീവ് മെത്തേഡ് ഏതാ? യെസ്. പിന്നെ കൊടുക്കാം. പിന്നെന്താ? ഇത് ബ്രസ്റ്റ് ഫീഡിങ് കൊണ്ടായിരിക്കും. ഇത് ലോ ബർത്ത് വെയിറ്റ് ബേബീസ്, ഹൈപ്പോതെർമി ബേബീസിൽ എപ്പോഴും കങ്കാരു മദർ എടുക്കുന്ന ഏറ്റവും ബെനിഫിറ്റ് എന്താ? ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യൂടെ? ആ സമയത്തിന് കങ്കാരു മദർ കെയർ കൊടുക്കുമ്പോൾ തന്നെ ഹൈപ്പോതെർമി ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യൂടെ? ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് കൊടുക്കാം. ഒന്നുകൂടെ ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട്, അതേപോലെ കുട്ടിയും അമ്മയുമായിട്ടുള്ള ഒരു ഇത് ബോണ്ടില്ല, കണക്ഷൻ, അത് കുട്ടിക്കൂടെ മദറും ബേബിയും തമ്മിലുള്ള ബോണ്ട്, കണക്ഷൻ കൂട്ടാം, മറക്കരുത്. പിന്നെന്താ? ഈ കുട്ടിയുടെ 5 സെൻസസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ലേ? 5 സെൻസസും ഈ പറഞ്ഞ കങ്കാരു മദർ കെയർ കൂടെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ലേ? ഏതൊക്കെയാ? 5 ഏതൊക്കെയാണ്? 5 ഏതൊക്കെയാ? 5 സെൻസ് ഏതൊക്കെയാ? കുട്ടിയുടെ 5 ഏതൊക്കെയാ? 5 സെൻസ് ഏതൊക്കെയാ? സെൻസസ് ഏതൊക്കെയാണ്? സെൻസസ് ഏതൊക്കെയാണ്? സെൻസസ് 5 ഏതൊക്കെയാണ്? പറഞ്ഞേ. അറിയാമോ? 5 സെൻസ് ഏതൊക്കെയാണ്? ഹ്യൂമൻ ബോഡിയിലുള്ള 5 സെൻസസ് ഏതൊക്കെയാണ്? സ്മെൽ, വിഷൻ, ഹിയറിംഗ്, ടച്ച്, സ്മെല്ലൊക്കെ ഇല്ലേ? സൈറ്റ്, സ്മെല്ല്, വിഷൻ, ഹിയറിംഗ്, ടച്ച് ഒക്കെ ഇല്ലേ? അതെല്ലാം തന്നെ ഈ പറഞ്ഞ കങ്കാരു മദർ കെയറിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ലേ? സാറ്റിസ്ഫൈ ചെയ്തൂടെ? ഈ 5 സെൻസസ് എപ്പോഴും കങ്കാരു മദർ കെയറിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. സോ ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഹൈപ്പോതെർമിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ക്ലിയർ ആയി. ഇവിടെ ഓർമ്മിക്കേണ്ട 2 കാര്യം. ഒന്ന് ഈ പറഞ്ഞ കങ്കാരു മദർ കെയർ. രണ്ടാമത്തെ കാര്യം വാല്യൂസ്. ശരിയല്ലേ? രണ്ടാമത്തെ കാര്യം ഇത് മൈൽഡ് എത്രയാ, മോഡറേറ്റ് എത്രയാ, സിവിയർ എത്രയാ, സെൽഷ്യസും ഫാരൻഹീറ്റും ഓർമ്മിക്കണം. കിട്ടിയല്ലോ?
2 ചോദ്യം കങ്കാരു മദർ കെയർ ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം അത് മൈൽഡ് എത്രയാ, മോഡറേറ്റ് എത്രയാ, സിവിയർ എത്രയാ, വാല്യൂ ചോദിക്കും. ആൻഡ് നോർമൽ എത്രയാ, മൂന്നാമത്തെ ചോദ്യം നോർമൽ വാല്യൂ എത്രയാ. ക്ലിയർ? ക്ലിയർ? ഒരു ചാപ്റ്റർ ക്ലിയർ ആയല്ലോ? ഒരു ചാപ്റ്റർ ക്ലിയർ ആയല്ലോ? ബ്രേക്ക് വരട്ടെ, ബ്രേക്ക് വരട്ടെ, ബ്രേക്ക് വരട്ടെ, ബ്രേക്ക് വരട്ടെ. അടുത്ത ചാപ്റ്റർ വരട്ടെ. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഏതാ ഏതാ ചാപ്റ്റർ ഏതാ അത്? ബ്രേക്ക് വരട്ടെ. 2 മിനിറ്റ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം. സോ 2 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും ഒരു പുതിയ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അല്ലാതെ എല്ലാം കൂടെ മിക്സ് ചെയ്യണോ? എല്ലാം കൂടെ മിക്സ് ചെയ്യണോ? വേണ്ടല്ലോ. ലാസ്റ്റ് പഠിക്കാൻ വേണ്ടി അത് ഈസി ആവത്തില്ല. സെപ്പറേറ്റഡ് റെക്കോർഡ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക്. കറക്റ്റ് 3:35 ആകുമ്പോൾ ഒരു പുതിയ ലിങ്ക് ഗ്രൂപ്പിൽ കേട്ടോ. ഒരു പുതിയ ലിങ്ക് ഗ്രൂപ്പിൽ വരും. എല്ലാം ചെറിയ ആയിക്കോട്ടെ അല്ലെ, ഷോർട്ട് ആയിക്കോട്ടെ വീഡിയോ. എല്ലാ വീഡിയോസും ഷോർട്ട് ആയിക്കോട്ടെ അതല്ലേ. എല്ലാം കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ പാടായിരിക്കും. ഷോർട്ട് ഓരോ ചാപ്റ്ററും സെപ്പറേറ്റ് തരാം. സോ കറക്റ്റ് 3:35 നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം. പുതിയ ലിങ്ക് ആയിരിക്കും. ഈ ലിങ്കിൽ എക്സിറ്റ് ചെയ്യുക, പുതിയ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, പുതിയ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ. 3:35 കാണാം.